ഓക്കെ. എൻ്റെ പേര് അനിയൻ കുഞ്ഞ്. എൻ്റെ സ്വദേശം റാന്നി ഈട്ടിച്ചോട് ഏബനേസർ ഹൈസ്കൂളിനോട് തൊട്ട് ചേർന്ന വീടാണ്. വീട്ടുപേര് പാന്ത്രനാട്. എൻ്റെ വല്യപ്പച്ചൻ പാന്ത്രനാട് എന്ന ദേശത്ത് നിന്ന് റാന്നിയിൽ മൈഗ്രേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 2 ഫാമിലിയായിട്ട്, ഒന്ന് മന്നവല്ലിയിലും ഒന്ന് ഈട്ടിച്ചോട്ടിലുമായിട്ട്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ കൃഷിക്കാരായിരുന്നു ആദ്യകാലങ്ങളിൽ. എൻ്റെ വല്യപ്പച്ചനും എൻ്റെ ഫാദറും എൻ്റെ കുഞ്ഞിലേ തൊട്ട് കൃഷി കാര്യങ്ങളിൽ വളരെ വളരെ താല്പര്യമുള്ളവരായിരുന്നു. ഞങ്ങളുടെ പ്രധാന ഇൻകം എന്ന് പറയുന്നത് തന്നെ കൃഷിയായിരുന്നു ആ കാലത്ത്. അതിനുശേഷം എൻ്റെ ഫാദർ മിലിറ്ററി സർവീസിന് 1947 ആ യുദ്ധസമയത്ത് ഒരു 4-5 വർഷം ആർമിയിൽ സേവനം ചെയ്തു. തിരിച്ചു വന്ന് പിന്നെ കൃഷിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫാദർ ഏബനേസർ ഹൈസ്കൂളിലെ ടീച്ചറായിട്ട്, മലയാളം ടീച്ചറായിട്ടൊക്കെ കയറാൻ ഇടയായി. അതിന് ഞങ്ങളെ കൂടുതലായിട്ട് ആ സ്കൂളിൻ്റെ സ്ഥാപകൻ ഈട്ടിച്ചോട്ടിൽ അച്ഛനാണ്. അവരുമായിട്ടുള്ള ഞങ്ങളുടെ ഇരിപ്പിൽ എൻ്റെ ഫാദറിന് അവിടെ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടായി. അത് റിട്ടയർമെൻറ്റ് വരെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം അപ്പോൾ കൃഷിയും കാര്യങ്ങളും എല്ലാമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി. പ്രാരംഭമായിട്ടുള്ള പഠിത്തവും കാര്യങ്ങളും എല്ലാം ഏബനേസർ ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ എയർഫോഴ്സ് ചേരാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ ചെന്ന് 2 ടെസ്റ്റിന് ഇരുന്നിട്ടും കിട്ടിയില്ല. കൊണ്ടുപോയ ആള് നല്ല പിടിപാടുള്ള ആളായിരുന്നു. അതിൽ ഞങ്ങൾ 5-8 പേര് പോയതിൽ ഒരാൾക്കേ കിട്ടിയുള്ളൂ. അവിടുന്ന് ഞാൻ അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠൻ പൂനായിൽ, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാൾ, പുള്ളി പൂനായിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പുള്ളിക്ക് ആമിനേഷൻ ഓർഡിനൻസ് ഫാക്ടറി ജോലി കിട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെ അന്നേ പൂനായിക്ക് വരാൻ. പൂനായി ചെന്നു. ഒരു 10 വർഷക്കാലം ചേട്ടൻ്റെ കൂടെ പൂനായിൽ താമസിച്ചു. ആ സമയത്ത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ എനിക്ക് കമാൻഡറിൻ്റെ PA ആയിട്ട് ജോലി കിട്ടി. ഒരു 7 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. ആ സമയങ്ങളിൽ 79 നാട്ടിൽ ചെന്നു. അവിചാരിതമായി നാട് കാണാനായിട്ട് ചെന്നപ്പം അയൽവക്കത്താ എൻ്റെ ഭാര്യ വീട്. അപ്പം ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ പിതാവ് വീട്ടിൽ വന്ന്, ഞങ്ങളുടെ വീട്ടിലൊരു പെങ്കൊച്ചുണ്ട്, ഒന്ന് വന്ന് കാണുമെന്നും പറഞ്ഞ്. അപ്പം പുള്ളിക്കാരി അമേരിക്കയിൽ നിന്ന് വന്ന് ഒരാഴ്ചയായുള്ളൂ. ചെന്നു, കണ്ടു. അപ്പം വീട്ടുകാർ തമ്മിൽ നല്ലോണം അറിയുന്നതാണ്. അടുത്ത ആഴ്ച കല്യാണവും കഴിഞ്ഞു. അങ്ങനെ 79 ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് അമേരിക്കയിലെത്തി. ഫയൽ ചെയ്ത് ആ ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ടു കേട്ടു എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ പോന്നു അമേരിക്ക. 79 തൊട്ട് ഞങ്ങൾ അമേരിക്കയിലുണ്ട്. പിന്നെ എങ്ങനെ കൂടെ വരായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോന്നു. ഇവിടെ വന്ന് ഞങ്ങൾ അന്ന് ഒരു 10-15 മലയാളികളെ ഉള്ളൂ. ആ ടൈമിൽ ഞങ്ങൾ എല്ലാവരും ഒരു ഭവനമായിട്ട് കഴിഞ്ഞു. ഇപ്പോഴും അത്രയും ഭവനങ്ങൾ ഞങ്ങൾ ഒരു ഫാമിലിയായിട്ടാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് 3 മക്കള്, 2 ആണും 1 പെണ്ണും. അവര് ദൈവഭാഗത്ത് നല്ല ആത്മീയ രീതിയിൽ ഞങ്ങൾ വളർത്തി. അവര് ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭാവി കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. അവരും 3 മലയാളികളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇപ്പം മൂത്താളിന് 2 മക്കളും ഉള്ളിലേക്ക് ഇളയാളിന് 2 മക്കളുമുണ്ട്. മിഡിൽ മോക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു. ഞങ്ങൾ ആഡിസണിലാണ് താമസം. ആ സമയങ്ങളിൽ ഒരു 30-35 വർഷം ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ തന്നെ താമസിച്ചു. ഇപ്പം റീസെൻ്റ്ലി ഒരു 2 വർഷമായിട്ട് സെൻറ് തോമസ് മാർത്തോമ ചർച്ചിനോട് ചേർന്ന് ഒരു വീട്, നല്ലൊരു വീട് വെക്കാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇവിടെ താമസമാണ്.
പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു. ഇപ്പം 3 വർഷമായിട്ട് പള്ളിയുടെ ആത്മായ ശുശ്രൂഷകനാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. സാറേ, പുറകോട്ടൊന്ന് പോയാലേ നമ്മുടെ റാന്നിയിലെ ജീവിതം ആ കാലഘട്ടത്തിൽ സാറൊന്ന് വിശദീകരിച്ചാൽ സ്കൂളിലൊക്കെ പോകുന്നു. റാന്നിയിലെ ജീവിതം രാവിലെ എണീച്ചാൽ ഒരു 9 വരെ കൃഷിപ്പണിയിൽ ഫാദറിന്റെ കൂടെ ഇറങ്ങും. നല്ല അധ്വാനിയായിരുന്നു എൻ്റെ ഫാദർ. അതുപോലെ തന്നെ അമ്മയും അതുപോലെ തന്നെ അധ്വാനിക്കാൻ ഇറങ്ങുമായിരുന്നു. സ്കൂൾ അപ്പം 2 മിനിറ്റും കൊണ്ട് സ്കൂളിലോട്ട് കയറാം. അപ്പം ഫാദറാണെങ്കിൽ സെക്കൻഡ് മിഷൻ അടിച്ചു കഴിഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് ഓടുന്നത്. ഞങ്ങളൊരു 5 മിനിറ്റ് മുമ്പ് ചെല്ലും. ഫാദർ മലയാളം ടീച്ചറായിരുന്നു. വർഗീസ് സി ടി എന്നാണ് ഫാദറിന്റെ പേര്. പിന്നീട് കാലയളവില് നാട്ടുകാരുമായിട്ടെല്ലാം നല്ല ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമായിരുന്നു. കാര്യമുണ്ട്, ഞങ്ങൾക്ക് കൃഷി കാര്യങ്ങളുള്ളതും കൊണ്ട് ചുറ്റുപാടുള്ളവരും മിക്കവരും ഒരു കൃഷി എന്ന് പറഞ്ഞാൽ മെയിൻലി ഇല്ല, കണ്ടം ഞങ്ങൾക്കില്ല. മറ്റു വിളകൾ മൊത്തം, അതായത് കപ്പ, കാച്ചില്, ചേമ്പ്, ചേന, ഏത്തവാഴ, ഇതെല്ലാം വിൽക്കത്തക്ക രീതിയിലാണ് പിന്നെ കൃഷി ചെയ്യുന്നത്. മാർക്കറ്റിൽ വന്നു കൊണ്ടുപോകും, അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും, റാന്നി തന്നെ. പിന്നെ ഏറ്റവും മെയിനായിട്ട് തേങ്ങ, കുരുമുളക്, പിന്നെ പറങ്ങാണ്ടി. അല്ലല്ല, പമ്പയാറാണ് ഞങ്ങൾ. അവിടുന്ന് ഒരു 1.5 മൈലിന്റെ ദൂരമേ ഉള്ളൂ. ഇല്ല. എനിക്ക് ജീവിതത്തിലെ ആ ഒരു കാര്യം മാത്രം പേടിയായിട്ടുള്ള ഒരു കാര്യമാണ്. നീന്തൽ നമ്മളെ കൊണ്ട് നടക്കുകയില്ല. പിന്നെ ബാക്കി ആ സമയങ്ങളിൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും പ്രധാന കൊച്ചു പിള്ളേരായിരുന്നപ്പോൾ എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നതിൽ വളരെ താല്പര്യമായിരുന്നു. 10 വരെ. തൊട്ടടുത്ത് ഫാദർ എന്നെ 5ാം ക്ലാസ്സിൽ വന്ന് ആദ്യം എന്നെ പഠിപ്പിക്കുന്ന ഫാദറാണ്. മലയാളം സബ്ജക്റ്റ്. പിന്നെ പക്ഷെങ്കിൽ മലയാളം തന്നെയല്ല, പുള്ളി മറ്റ് സബ്ജക്റ്റും പഠിപ്പിക്കുമായിരുന്നു. പുള്ളി ആ പള്ളിയിലെ സ്കൂളിലെ ആത്മീയമായിട്ട് മറ്റുള്ള ടീച്ചേഴ്സിനെ രാവിലെ വരുന്ന പ്രാർത്ഥിക്കുന്ന പുള്ളിയാണ്. ടീച്ചേഴ്സ് ആ സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാലത്ത് അങ്ങനെയുള്ള ഒന്നും പരിപാടി നടക്കുകയല്ല. എബനേസർ ഹൈസ്കൂൾ, അത് ഈട്ടിച്ചോടിൽ അച്ഛന്റെ സ്വന്തം, മാനേജ്മെന്റ് സ്വന്തം ഒരു സ്കൂളേ ഉള്ളൂ. ആ കാലത്തൊരു 40 ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഹൈസ്കൂളിൽ. എല്ലാം ഇപ്പൊ അത് കൺവേർട്ട് ചെയ്തിട്ട് അത് ഈട്ടിച്ചോട്ടിക്കാർ 5 വർഷത്തിന് മുമ്പ് അത് ഒരു കത്തോലിക് വിഭാഗത്തിന് അത് വിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഹയർ സെക്കൻഡറി സ്കൂള് അത് സ്റ്റാർട്ട് ചെയ്തു. സ്കൂൾ നല്ല ഇതായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, ഇത് പ്രൈമറി സ്കൂളിലൊന്നും പിള്ളേർ അധികം ഇല്ല ഇപ്പൊ. അതെല്ലാം പൊതുവെ ഈ നല്ല മറ്റ് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് റാന്നിയില്, സിറ്റാഡ്, സെന്റ് തോമസ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. സിബ്ലിങ്സ് ജ്യേഷ്ഠൻ, പുള്ളിയും ഒരു 10 വർഷമായി മരിച്ചുപോയി. പുള്ളി പൂനായിലായിരുന്നു. ഇപ്പം പുള്ളിയുടെ വൈഫ് തന്നെ കുഞ്ഞുമോൻ, അല്ലെങ്കിൽ വർഗീസ്, ഒഫീഷ്യൽ വർഗീസ്. പുള്ളി ഒഫീഷ്യൽ ആയിട്ട് അവിടെ ക്ലർക്കായിട്ട് ജോലി അവിടെ. അല്ലല്ല, 18-19 വയസ്സ് ജോലി അവിടെ കയറിയതാണ്. ആമിനേഷൻ ഫാക്ടറി. അത് തന്നെ. ഇത് ആമിനേഷൻ ഉണ്ടാക്കുന്ന ഫാക്ടറി. ഓർഡിനൻസ് പല ഫാക്ടറി ഉണ്ട്. അല്ലല്ലോ, മെയിൻ സിറ്റി തന്നെ. ഞങ്ങളുടെ ഇവിടുന്ന് രാവിലെ പുള്ളി നടന്നാണ് സ്കൂളിലോട്ട് ഫാക്ടറിയിലോട്ട് പോകുന്നത്. അത് മിഡിൽ. പിന്നീടാണ് സിറ്റി, പൂന സിറ്റി എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇന്നിപ്പം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയുന്നത് പൂന ആണ്. മഹാരാഷ്ട്രയില് അങ്ങനെ പലയിടത്തുണ്ട്. ഇത് പൂനെയിലെ ആയിരുന്നു. ഞങ്ങൾ ചെന്ന ടൈമില് അവിടെ അറൗണ്ട് 20,000
ആൾക്കാരാ ആ ഫാക്ടറി ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ 20,000 ഒരു 19,000 ലേബേഴ്സാണ് ഈ പിന്നെ ആമിനേഷൻ ഉണ്ടാക്കുന്ന. അപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബൈസിക്കിൾ ഉള്ളത് ഈ 19,000 ആൾക്കാരും സൈക്കിളിലാണ് പോകുന്നത്. അതായത് ഫാക്ടറി തുടങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും പോലീസ് ട്രാഫിക് കൺട്രോൾ ചെയ്യും. കാര്യമുണ്ട് അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഞാൻ ആ ടൈമിലാണ് എനിക്ക് എൻ്റെ മിലിറ്ററിയുടെ പഠിച്ചായിരുന്നു. പഠിച്ചിട്ട് പിന്നെ പൂനായി ചെന്ന് പൂനായിലും പഠിച്ചു. ഉടൻ തന്നെ എൻ്റെ ജോലി പോയില്ല. അപ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ അന്നത്തെ സാഹചര്യം ഉണ്ട്. പോകാനായിട്ട് അത് റാന്നി കോളേജല്ലേ, ഞാൻ ഫാർമസി പഠിക്കാനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില് ഈ ഈട്ടിച്ചോട്ടിലെ അച്ഛൻ്റെ മകൻ, പുള്ളി അന്ന് പിന്നെ ട്രിവാൻഡ്രം നമ്മുടെ ഡയറി ഫാമിന്റെ ഡയറക്ടറായിരുന്നു. അപ്പം പുള്ളി എന്നെ വിളിച്ച്, അപ്പൊ ഞങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. പുള്ളി പറഞ്ഞു എന്നെ ഉണക്കുന്ന തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വർഷം ഫാർമസി അവിടെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് എയർഫോഴ്സ് എന്നുള്ള ഇത് മനസ്സിൽ വന്നത്. പക്ഷെ ചെന്ന് ശരിയായില്ല. ഫിസിക്കലി എല്ലാം പാസ്സായി. അത് 1000 2000 പിള്ളേർ വരുന്നതിൽ കൂടിപ്പോയ 2 പേര് 3 പേര് 4 പേരെ കൂടുതൽ അറ്റ് എ ടൈമിൽ അവരെടുക്കുകയില്ല. അല്ല, അത് റെക്കമെൻഡേഷനാണ്. അല്ല, അത് പിന്നെ അത് കാര്യമുണ്ട്. ഞങ്ങൾ എന്നെ കൊണ്ടുപോയ ആള് ആ രീതിയിലാണ്. പുള്ളിയുടെ മോനും ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. പക്ഷെങ്കിൽ പുള്ളിയുടെ മോനും കിട്ടിയില്ലെന്ന്. ഞാൻ ഇന്നും അദ്ദേഹം പാമ്പാടിക്കാരൻ. അദ്ദേഹം പുള്ളി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നു. 3 മണിക്ക്. എന്നിട്ട് അപ്പൊ ആ ബാംഗ്ലൂരില് ഒരു വർഷത്തോളം ഞാൻ താമസിച്ചു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം പൂനായ്ക്ക് പോയി, ഇടയ്ക്ക് നാട്ടിൽ വന്നു. അപ്പൊ എന്നെ കൊണ്ടുപോയ ആള് കുക്കിങ്ങിന് ഏറ്റവും ടോപ്പ് മിടുക്കനായിരുന്നു ഞങ്ങളുടെ അയൽവാസി. അപ്പൊ പുള്ളിയാണ് ഞങ്ങളെ കുക്കിംഗ് പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കുക്കിംഗ് പഠിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ളതും മാസമായിട്ട് ഇപ്പം തന്നെ ചർച്ചിൽ തന്നെ 100-500 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാം കാര്യങ്ങള് ഓവർസീ ചെയ്ത് കാര്യങ്ങൾ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണ് മെയിൻ. അപ്പൊ നമുക്കറിയാം അതിന്റെ പോക്ക്. ഇപ്പോഴും തന്നെ വീട്ടില് വൈഫിന് നല്ല സുഖമില്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങള് മക്കൾക്ക് എന്റെ കുക്കിംഗ് ആണ് വേണ്ടത്. അപ്പൊ മിക്കവാറും എന്നും അവര് വരും. ഞാന് പരോപകാരം, അതാണ് എന്റെ മെയിൻ. ഏത് കാര്യത്തിനും ഏതാവശ്യത്തിനും ആൾക്കാര് ആവശ്യപ്പെട്ടാൽ, പ്രത്യേകിച്ച് ഇപ്പം അയലോകത്ത് അച്ഛനുണ്ട്. അച്ഛന്റെ മിക്കവാറും ഉള്ള കാര്യങ്ങളിലെല്ലാം ഇന്നിപ്പം പുള്ളി പിന്നെ ന്യൂയോർക്ക് കല്യാണത്തിന് പോയിരിക്കുക. ഇന്നലെ പോയി എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. ഇന്ന് വൈകിട്ട് വരുമ്പോ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സർവീസ് ആവശ്യം. അച്ഛന്റെ കൂടെ പൂനായിലെ അയ്യോ, ആ ജീവിതമാണ് ഒരിക്കലും നമ്മളത് അന്നത്തെ കാലത്തെ ജീവിതം മറക്കാനൊക്കില്ല. അപ്പൊ ഞാനും ജ്യേഷ്ഠനും വേറെ 2 പേരും കൂടെ ഒരു ഇടുങ്ങിയ മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നും ആ കാലത്ത് വീട് കിട്ടുകയില്ല. അതായത് ഞങ്ങൾ 4 പേര്, 4 പേരും. അപ്പൊ അങ്ങനെ അവിടെ താമസിച്ചു. അപ്പൊ ഞങ്ങളുടെ പരിപാടി എന്താന്ന് ചോദിച്ചാല് അവിടെയും പള്ളിയിലെ കുഴപ്പമില്ല. അപ്പം പൂനായില് ഞങ്ങൾ നല്ലൊരു കൂട്ട് ഇതുണ്ടായിരുന്നു. അവിടെ പള്ളിയിലെ മെയിൻ പരിപാടികളിലെല്ലാം ഇടപെടുമായിരുന്നു. ഞാൻ കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠത ഇപ്പോഴും അവിടെ താമസമുണ്ട്. മുളക്കര ജോർജ് സാർ എന്ന് പറയും. പുള്ളിയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും, പിന്നെ കുറിയന്നൂർ ഒരു ബേബി സാറ്, ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഞങ്ങൾ സ്നേഹിച്ചതും
അവരുടെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോവുക. അന്ന് ജോലി ചെന്ന ടൈമിലൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു. അവര് അങ്ങനെയുള്ള ഹെൽപ്പുകൾ ചെയ്യുമായിരുന്നു. അന്ന് നാട്ടിൽ പോകുന്നതൊക്കെ എങ്ങനെയാ? ബൈ ട്രെയിൻ. അത് 3 ദിവസം 4 ദിവസം എടുക്കും പൂനായിൽ നിന്ന് അവിടെ ചെല്ലാന്. പൂനായിൽ നിന്ന് കടപ്പാടിയാണോ കാട്ട്പാടി അവിടെ വരെ ഒരു ട്രെയിൻ കാണും. അവിടുന്ന് പിന്നെ വേറെ ട്രെയിൻ പിടിക്കണം. പിന്നെ എറണാകുളത്ത് ചെന്നിട്ട് പിന്നെ വേറെ ട്രെയിൻ പിടിക്കണം. ആ കാലത്ത് ഇല്ലില്ല. അന്ന് ഇതെല്ലാം കല്യാണം കഴിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ്. അതിന് അമേരിക്ക പിന്നെ ഞങ്ങളുടെ കൂടെ താമസിച്ച ഫാമിലികൾ 2 പേരുണ്ട്. ഇല്ലില്ല, അവര് ബേബി സാറ് മരിച്ചുപോയി. പിന്നെ ബാക്കി 2 പേരും മരിച്ചുപോയി. റാന്നിക്കാരായിരുന്നു, അയലോകക്കാരായിരുന്നു. അപ്പൊ ജോർജ് സാർ എന്ന് പറഞ്ഞ ആള് മാത്രമുണ്ട്. പുള്ളിയും പുള്ളിയുടെ മക്കളും പിന്നെ അതിലുണ്ട്. എന്റെ ജ്യേഷ്ഠതയുണ്ട്. ഞങ്ങളുമായിട്ട് ഏറ്റവും ഒരു കോശി. പിന്നെ അങ്ങനെ ബോംബെക്ക് മിക്കപ്പോഴും പോകും. കാര്യമാണ് ഞങ്ങളുടെ ഒരു അയലോക്കക്കാരൻ ബോംബെ അന്ന് എയർഫോഴ്സ് അല്ല ആർമിയുടെ അവിടെ ആയിരുന്നു പുള്ളി ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ മിക്കപ്പോഴും പുള്ളിയെ കാണാൻ പോകും. അവരുടെ ബാരക്കിൽ പോയി കിടക്കും, അവിടുത്തെ ശാപ്പാട്ടടിക്കും. തന്നെ പോകുമായിരുന്നു. പുന ഇന്ന് ഒരു 3 മണിക്കൂറിന്റെ അന്ന്. ആ കാര്യം പറഞ്ഞാല് ഞാന് എന്റെ കടക്കവാസിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ ഏതാണ്ട് മോർ ദാൻ ഒരു 200-250 ക്ലർക്കുമാരുണ്ട്. കാര്യമുണ്ട്. അക്കാഡമിയാണ്, നേവി, എയർഫോഴ്സ്, ആർമി. അപ്പോൾ ഏതാണ്ട് കേഡറ്റ്സ് അന്ന് 1500-600 കേഡറ്റ്സ് ഓഫീസേഴ്സിനെ ഇത് 3 വർഷം കഴിയുമ്പോൾ ഓഫീസേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അന്ന് എല്ലാ വർഷവും കോമ്പറ്റീഷൻ ഉണ്ട് ഈ ക്ലർക്കന്മാരെ ടൈപ്പിങ്ങിന്. അല്ല, അത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളിന് കമാൻഡന്റ് പിന്നെ അവാർഡൊക്കെ തരും. ഒരു വർഷം ഞാൻ പോയിട്ട് ടൈപ്പിങ്ങിന് 85 പെർ മിനിറ്റ് തെറ്റ് വരാതെ. മാനുവലാ, ഇലക്ട്രോണിക് അല്ല. അപ്പം ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി. അത് വലിയൊരു ഇതായിരുന്നു. ഷോർട്ട് ഹാൻഡ് നല്ല ഇതായിരുന്നു, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പിന്നെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലി കാര്യങ്ങള് നല്ല ഇതിൽ പോയി. അതുകൊണ്ട് ആ വിധത്തിലുള്ള നല്ലൊരു, പ്രത്യേകിച്ച് മിലിറ്ററി ഓഫീസേഴ്സ് അല്ലേ, അപ്പൊ അവര് ഡിസിപ്ലിൻ, മിലിറ്ററി, നേവി, എയർഫോഴ്സ്, അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ കിട്ടി. അത് പൂന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ട് അന്ന് പൂനയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഗവൺമെന്റ് സർവീസ് ജോലി കിട്ടുന്ന ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടി. ചെന്നു, ഇന്റർവ്യൂ ചെയ്തു, കയറി. അന്നും ഈ എന്റെ കടക്കവാസിലായാലും ഒരു 50% മലയാളികളായിരുന്നു. ഇല്ലില്ല, അന്ന് തുടങ്ങിയിട്ടില്ല. അന്ന് തുടങ്ങിയത് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാനുള്ള പല ഇതുണ്ടായിരുന്നു. ഇത്ര വർഷം അവിടെ താമസിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ പ്രയാസമായിരുന്നു. ഇപ്പൊ അങ്ങനെ രജിസ്റ്റർ ഒന്നും നടക്കുകയില്ലെന്നാ കേൾക്കുന്നത്. ആ കാല ജീവിതം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്. അന്ന് പാകിസ്ഥാൻ വാറിന്റെ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങള് 1971 ഞങ്ങള് സൈറൻ കാര്യമുണ്ട്. പ്രത്യേകിച്ച് ആമിനേഷൻ ഫാക്ടറി ആയിരുന്നു അവരുടെ മെയിൻ ടാർഗറ്റ്. NDA ടാർഗറ്റ്, അതായത് പിന്നെ അവർ എനിമയുടെ പ്രത്യേക ടാർഗറ്റ്. അപ്പോൾ എപ്പോഴും സൈറൻ. അപ്പൊ ഞങ്ങള് പരിക്കകത്ത് കയറിയിരിക്കും. രാത്രി ലൈറ്റ് ഇടുകയില്ല. ഇല്ലില്ല, പലയിടത്ത് കൊണ്ടുവന്ന് അവര് പിന്നെ ബോംബ് ഇട്ടു. പക്ഷെങ്കിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല.
കേണൽ ഷായ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ? ഒരു മനക്ഷ മനക്ഷ അത് ആ ടൈമിലായിരുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വധിക്കാൻ പൂനെ വരാനായിട്ട് വന്ന് ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ സാറ് എല്ലാ വർഷവും ഇപ്പൊ നാട്ടിലോട്ട് ഞാന് എല്ലാ വർഷവും നാട്ടിൽ പോവാ പതിവായിരുന്നു. ഞാന് മൈലപ്ര, അതായത് പത്തനംതിട്ട കളക്ടർ അവിടെ അതിനോട് ചേർന്ന് തന്നെ മൈലപ്ര പള്ളിപ്പരി ഇവിടുന്ന് അമേരിക്കക്കാര് പണിത ഒരു വീട് സംഭവം എൻ്റെ കയ്യിൽ വന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു 20 വർഷത്തിൽ 2 പ്രാവശ്യം വീതം പോയി ഒരു മാസം 15 ദിവസമൊക്കെ താമസിക്കുക പതിവായിരുന്നു. 2 വർഷത്തിന് മുമ്പ് ആ വീട് ഡിസ്പോസ് ചെയ്തു. ഇളയാള് പുള്ളിക്കാരി എന്നെക്കാട്ടിലും 1 വയസ്സിന് എളുപ്പമാണ്. കല്യാണം കഴിപ്പിച്ച് അങ്ങ് ഹൈദരാബാദിലായിരുന്നു. അതിൻ്റെ ഇളയാള് ബാബു എന്ന് പറയും. പുള്ളി അപ്പം ഞങ്ങൾ പൂനായിട്ടിരുന്ന ടൈമിൽ തന്നെ പുള്ളിയെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ആമിനേഷൻ ഫാക്ടറിയിൽ 6 വർഷത്തെ ടെക്നിക്കൽ കോഴ്സ് അവർ പഠിപ്പിച്ചു. അപ്പൊ അത് ഈ ടെക്നിക്കലായിട്ടുള്ള എല്ലാം അവൻ പഠിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ അവന് അപ്പോയിന്റ്മെന്റ് ഇന്റർവ്യൂ 2 2 എടുത്തു അവന്. ഒന്ന് മഹേന്ദ്ര പിന്നെ സ്കൂട്ടർ ഉണ്ടാക്കുന്ന ബജാജ് ആൻഡ് ടാറ്റ. ടാറ്റ. അപ്പം ബെനിഫിറ്റും കാര്യങ്ങളും എല്ലാം ബജാജിലാണെന്നും പറഞ്ഞ് ബജാജിൽ കയറി. ഒരു 30 വർഷം അവിടെ ജോലി ചെയ്തു. തിരിച്ച് നാട്ടിൽ പോകുന്നു. ഇപ്പം കുടുംബം അവന്റെ കയ്യിലാണ്. അവൻ തന്നെ താമസിക്കുന്നു. അപ്പൊ അവന്റെ മകള് പൂനായിലുണ്ട്. അവിടെ സെറ്റിലായിരിക്കുന്നത്. ഉണ്ട്. ഒരു തോമസ്. വെണ്ണിക്കുളം അല്ല, കാര്യമുണ്ട്. പൂനായിലുള്ളവര് പിന്നെ റെയിൽവേ ജോലി ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ ഇളയ ഒരു പെങ്ങള് ഞങ്ങള് ആ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യകാലത്ത് വലിയ പ്രശ്നമായിരുന്നു. കാര്യമുണ്ട്, ജോലി ചെയ്യണം, ബേബി സിറ്റിങ് നടക്കുകയില്ല. അപ്പൊ അവര് ഇവിടെ വന്ന് അപ്പം പിള്ളേരെ ഞങ്ങള് 6 മാസമായപ്പം നാട്ടിലങ്ങ് വിട്ടു. മോക്ക് 6 മാസവും പേരൻസിന്റെ കൂടെ ആയിരുന്നു. പെങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഒരു 2.5 വർഷം 3 വർഷത്തോളം അവിടെ അന്ന് 3 വയസ്സ് 4 വയസ്സ്. എന്നിട്ട് പെങ്ങൾ ആക്ച്വലി നോക്കിയത്. ആ ടൈമില് ഫയൽ ചെയ്യായിരുന്നു. അമ്മയും പിള്ളേരെയും കൂടെ കൊണ്ടുവന്നു ഫയൽ ചെയ്തു. അപ്പൊ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യലി ഒക്കെ വളരെ വളരെ ഇതാണ്. അപ്പം അമ്മ വന്നു, പെങ്ങൾ വന്നു, വൈഫിന്റെ അമ്മ വന്നു, അവര് സിബിലിങ്സ് 4-5 പേര് വന്നു. അപ്പൊ ഇവരെല്ലാം ഒരു വീട്ടിലാ. പിന്നെ അപ്പം പെങ്ങളിപ്പോ ഇവിടെ ഉണ്ട്, അടുത്ത് തന്നെ. വൈഫിന്റെ 2 ആങ്ങളമാരും 2 ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ സമയത്തൊന്നും ഗൾഫിൽ പോകണമെന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോട്ട് പോകണമെന്ന് അപ്പോഴേ നാട്ടിൽ ഇങ്ങനെ എയർഫോഴ്സിൽ ചേരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു മാവിയുടെ മകൻ ബഹ്റിനിലുണ്ടായിരുന്നു. അപ്പം പുള്ളി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് എന്നെ ഒന്ന് ആശിപ്പിച്ചു. പക്ഷെ അത് നടന്നില്ല. വിസ എന്ന് പറഞ്ഞാൽ അവര് തന്നെ ഡിസ്കറേജ് ചെയ്തു. ഇല്ലായിരുന്നു. കാര്യമുണ്ട്, അവരെ പോണക്ക് നമ്മളും അങ്ങ് കോടീശ്വരാകുമെന്നുള്ള ഒരു മനസ്സിൽ അവര് സ്വന്തം മാവിയുടെ കാര്യമാണ്.
Yeah. എന്നിട്ട് അപ്പൊ ഓൾറെഡി ഇതിൽ നല്ല നല്ല ആ അപ്പൊ അങ്ങനെയാണ് പൂനായ്ക്ക് പോകുന്നത്. പൊസിഷൻ ഉണ്ടോ? അത് actually അങ്ങനെയാണ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ അവിടെ 10 വർഷം ചെയ്തോളൂ. അപ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. Yeah. സാറ് ഈ അമ്മാമ്മയെ കാണുന്നു അല്ലെ കല്യാണം കഴിക്കുന്നു? അത് വലിയ അത് എന്തായാലും സാറിന്റെ ഒരു ഫ്യൂച്ചർ വൈഫ് അല്ലെ Yeah. ഒരു മനസ്സിലുണ്ട്. അതായത് ഇത് യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഞാൻ ഒരാഴ്ചത്തെ അവധിക്ക് ഈ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം നാട്ടിൽ പോയതാ. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നോക്കിയപ്പോൾ കുഞ്ഞോടെ ഫാദർ വരുന്നു. വന്നിട്ട് പറഞ്ഞു, നീ പൂനായിൽ നിന്ന് വന്നതാന്ന് ഞങ്ങളിങ്ങനെ അറിഞ്ഞു. എൻ്റെ വീട്ടിലൊരു പെങ്കച്ചുണ്ട്, നീ ഒന്ന് വന്ന് കാണ്, ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ കല്യാണം മുന്നോട്ട് നീങ്ങാം. അപ്പം പുള്ളിയുടെ കൂടെ ഞാൻ നടന്നുപോയി. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നടന്ന് അവിടെ കുറുക്കുവഴിയിട്ട് ആരും കാണണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഇത് കുറുക്കുവഴിയിട്ട് കയറി ചെന്നു, വീട്ടിൽ ചെന്നു, കണ്ടു. കുഞ്ഞോള് ഇവിടുന്ന് ബോംബെ. എങ്ങനെ ബോംബെ ചെന്നു? അവിടെ പഠിച്ച അവിടെ ജോലി കേരളത്തിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പോയതാ. ബോംബെ വെച്ച് പോകാൻ കഴിയില്ല. ബാക്കി പോകാൻ അന്ന് അപ്ലൈ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. ബോംബെയിലെ ജെ എത്ര വർഷം ചെയ്തപ്പോഴാണ് അമേരിക്കയ്ക്ക് വരാൻ സാധിച്ചത്? പഠിത്തം 4 വർഷം, 9 വർഷം. ഓ, അന്നേരം ഓൾറെഡി സ്റ്റാഫ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഏത് ICU അങ്ങനെ വല്ലതും ആയിരുന്നു? ഇവിടെ എങ്ങനെ ഈ അമേരിക്കയ്ക്ക് വരാനുള്ള സാധ്യത എങ്ങനെയാണ്? ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരാളുണ്ടായിരുന്നു. അത് ഇന്നത്തെ പ്രൊസീജിയർ അല്ലല്ലോ. അന്ന് ജസ്റ്റ് ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അത് 10,000 രൂപ ബാങ്ക് കൊടുത്താൽ 20 രൂപ? അല്ലല്ല, 10,000 രൂപ ഈ കൊണ്ടുവരുന്ന ആളിന്റെ അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ള ഒരു ലെറ്റർ. അത് കഴിഞ്ഞ് പുള്ളി നമുക്ക് വേണ്ടിയതെല്ലാം ഇവിടുന്ന് പുള്ളി ഒരു പേപ്പർ സൈൻ ചെയ്ത് അയച്ചാൽ മതിയായിരുന്നു. അത് എത്ര നാളെടുത്തു? നമ്മളവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വിസ വരുന്നത്? 3-4 വർഷം അവിടെ ആപ്ലിക്കേഷൻ ഇല്ലായി കിടക്കുകയായിരുന്നു. പിന്നെ സ്പോൺസർ ഇല്ലാഞ്ഞുകൊണ്ട് കിടന്നു. പിന്നെ സ്പോൺസർ കിട്ടിപ്പോകുന്നു. 4-5 വർഷം അവിടെ കോസ്മോസ് എന്ന് പറഞ്ഞിട്ട് ആളെ അവരെ വിളിക്കുക. അന്ന് ഫോണൊന്നും ഇല്ല, കത്തല്ലേ? അതെങ്ങനെ? എല്ലാം കത്തുകൾ ബുക്ക് ചെയ്തിട്ട് 2-3 ദിവസം കഴിയുമ്പോഴാണ് സംസാരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലുകാര് നോ പറഞ്ഞില്ലേ പോവല്ലെന്നൊക്കെ? നോക്കെ പറഞ്ഞു കൊടുക്കാൻ, അതായത് ഡോക്യുമെന്റ്സ് ട്രാൻസ്ഫർ. നിങ്ങൾ എത്ര രൂപ സെലക്ഷൻകാർ പറഞ്ഞിട്ടുണ്ടോ? കൂട്ടത്തിലുള്ള അല്ല, അവിടെ പഠിച്ചവര് 3 പേര് ഇപ്പൊ ഇവിടെ അമേരിക്കയിലുണ്ട്. ഈവൻ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ കൂടെ പഠിച്ച ഇവിടെ ഇന്റർവ്യൂ ഒന്നും കഴിഞ്ഞല്ലോ. സ്പോൺസർ ഒരാളെ സ്പോൺസർ ചെയ്തു. അവര് നമ്മളെ കാണുന്നില്ല. എംബസിയിൽ പോയില്ലേ? അവർക്ക് ഡോക്യുമെന്റ് ഒക്കെ ഓക്കെ. എന്നിട്ട് ബോംബെ ഏത് സ്ഥലത്തോട്ട് ആദ്യം? ഷിക്കാഗോ. ഇവിടെ എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നാട്ടിൽ പോകുന്നത്? 3 വർഷം. ആദ്യമായിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ആ പോക്കിലാണ് കല്യാണം നടക്കുന്നത്. ഓക്കെ. എത്ര ആഴ്ച അവധിക്കാൻ പോയത്? 1 മാസം. 1 മാസമേ ഉള്ളായിരുന്നു. 1 മാസത്തെ കല്യാണം. ഒരാളെ അല്ലല്ല, അങ്ങനല്ല. പല വീട്ടിൽ ചെന്നാ പറയുന്നത്. അപ്പൊ നമ്മളായിരുന്നു അതിന്റെ ചോദിക്കാനാ. അപ്പൊ അത് അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് അപ്പൻ പറയുന്നതാണ് ഫൈനൽ. അപ്പൻ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ അയലോകത്ത് അപ്പൻ ഒരു വീട്ടിൽ കയറിയിട്ടാ വീട്ടിൽ വരുന്നത്. അതായത് പുതുവേൽ വൈദ്യൻ എന്ന് പറയും, പുള്ളി സ്ഥലത്തെ ഒരു പ്രമുഖ ആളാണ്, ഞങ്ങളുടെ അയലോകത്തുള്ള. അപ്പം വീട്ടിൽ ചെന്ന് എന്നോട് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ ഫാമിലി ആണെന്ന് പറഞ്ഞു. അല്ലല്ല, കരിയമ്പിലാവ് സ്കൂൾ അടുത്ത് തന്നെ. അത് ബ്രദർ ഉണ്ട്.
വലിയ സ്കൂളായിരുന്നു. വലിയ സ്കൂളായിട്ട് തന്നെയാണ്. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് കല്യാണം നടന്നു. പള്ളിക്കാര് സെയിം പള്ളി, സെയിം എല്ലാവരും സെയിം ഫാമിലി. അല്ല, അന്ന് ഫാദർ ബ്രദറൻ സഭയിലായിരുന്നു. കുഞ്ഞോടെ ഫാദർ. ഇപ്പോഴും ഫാദർ മരിച്ചുപോയി, മക്കളും എല്ലാരും ബ്രദറൻ സഭയുടെ ഇതിൽ കഴിയുന്നു. ഉണ്ട്. ഇവിടുത്തെ ഷിക്കാഗോയിലെ ബ്രദറൻ സഭയുടെ പ്രധാന ആള് ബ്രദറാ. ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. പിന്നെ അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് മുക്കൂട്ടുപുറയുള്ള ജോസ് ഡാലി എന്ന് പറയും. പുള്ളി വാപ്പി കേന്ദ്രീകരിച്ച് ബ്രദറൻ സഭയുടെ നമ്പർ 1 ആത്മീയ ഓളത്തിൽ നിൽക്കുന്ന ആളാ. ഫേമസ് ആ, വേൾഡ് ഫേമസ് ആ. എന്നിട്ട് അമേരിക്ക വന്നത് ആദ്യം ആ 3 വർഷം തന്നെയൊക്കെയായിരുന്നു. അന്ന് ബുദ്ധിമുട്ട് എന്തുവായിരുന്നു ഏറ്റവും കൂടുതൽ? കൊണ്ടുവന്ന ഞങ്ങളുടെ അയലൊക്കത്തെ ആളെ തൊട്ടടുത്ത വീട്. പിന്നെ ബസ്സിനും ട്രെയിനും ഒക്കെ പോയി ജോലിക്കൊക്കെ പോകുമ്പോൾ തന്നെ വരും. പ്രയാസമായിരുന്നു. ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? 79-ലായിരുന്നു ഏറ്റവും കൂടിയ മഞ്ഞ് അമേരിക്കയിൽ ഉണ്ടായത്. ബസ്സിന് കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ബസ്സിന് വെയിറ്റ് ചെയ്യണം, പാർക്കിംഗ് വരെ പോകണം. അതായത് കൊടും തണുപ്പ്, അതായത് നമുക്ക് നിൽക്കാൻ ഒക്കുകയില്ല. ആ ടൈമില് മഞ്ഞും പുള്ളി വന്നു കഴിഞ്ഞാൽ വണ്ടി കാറും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു, വാങ്ങിച്ചില്ല. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചത്? ഞാൻ പഠിച്ചെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഇല്ലില്ല, അമേരിക്ക ഡ്രൈവ് ചെയ്യാത്ത ഏക ഒരാളുണ്ട്. ചെയ്തു കുറച്ചു കാലം. പിന്നെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ലൈസൻസ് എടുത്തു, പക്ഷെ അവൾ ഓടിക്കില്ല. പിന്നെ ഞങ്ങൾ അന്ന് ഫാമിലിയായിട്ട് കുഞ്ഞോടെ ഫാമിലിയിൽപ്പെട്ടവരെ എല്ലാവരെയും കൊണ്ടുവന്നു. എൻ്റെ ഫാമിലിയിൽപ്പെട്ട എൻ്റെ സിസ്റ്ററെ കൊണ്ടുവന്നു. അപ്പം നമ്മള് ഭൗതികമായിട്ടൊക്കെ ചെറിയ ചെറിയ ഉയർച്ചകൾ വന്നു. പിള്ളേർ 3 പേരെയും നല്ലോണം പഠിപ്പിച്ചു. 2 പേര് ഫാർമസി, ഇളയ മകൻ ഡെന്റൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ചർച്ചുമായിട്ടൊക്കെ കൂടുതൽ ഇടപെട്ടതും കൊണ്ട് അതിപ്പോഴ് 2 വർഷമായിട്ട്. ഞങ്ങളൊരു 30 വർഷം റെഞ്ചിയുടെ അടുത്തായി. അച്ഛനെ കാണാനേ കിട്ടത്തില്ല. ഹോസ്റ്റലില് ഒരാളുണ്ട്, ഒരു സിസ്റ്റർ ഹോസ്റ്റലിലുണ്ട്. ബ്രദറുണ്ട്. അതിന്റെ പേര് റോസമ്മ, അച്ഛകുഞ്ഞ്. സാറിന്റെ സഹോദരി വന്നത് ഇവിടെ ഷിക്കാഗോയിലുണ്ട്, ഇവിടെ തന്നെയുണ്ട്. ഇല്ലില്ല. അപ്പൊ അന്ന് ആ സമയത്ത് എന്റെ അനിയൻ നല്ല ജോലിയായിരുന്നു, വരുന്നില്ല അന്ന്. അമേരിക്ക വന്നിട്ട് ഏറ്റവും പ്രയാസപ്പെട്ട സമയത്ത് ഏറ്റവും കരയിപ്പിച്ച സംഭവിച്ചോ? നമുക്കങ്ങനെ ഒരു അത് ജനന സമയത്ത് 28 OC പിന്നെ ഇൻക്യുബേറ്ററിലായിരുന്നു. അതൊരു വല്ലാത്ത ടൈമായിരുന്നു. അതായത് കുക്കവണ്ടി, ഷിക്കാഗോയിലെ കുക്കവണ്ടി ഹോസ്പിറ്റലില് ഏതാണ്ട് 30 വർഷത്തോളം ജോലി ചെയ്തു. ഇല്ലില്ല. ഞാനിവിടെ വന്നതിന്റെ നെക്സ്റ്റ് ഡേ, അന്ന് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലെങ്കിലും ജോലി കയറാൻ വന്നതിന്റെ നെക്സ്റ്റ് ഡേ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോയിൽ ബ്രാഞ്ച് ഉണ്ട്, അവിടെ ഞാൻ കയറി. അവിടെ ഒരു 8 വർഷത്തോളം സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്തു. അപ്പൊ അവിടെ ജോലി ഇല്ലില്ല, ലോക്കൽ, അതായത് ഏറ്റവും മിനിമം
പക്ഷെ ജോലി നല്ല ഇത് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഈ പോസ്റ്റൽ സർവീസിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു 10-15 പേര് ജോലി ചെയ്യുന്ന സ്റ്റാഫ് എല്ലാം ഇന്ത്യക്കാരാണ്. ഞങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ ഞങ്ങൾ പിന്നെ ട്രൈ ചെയ്ത് ആദ്യത്തെ ഒരു ടെസ്റ്റിന് ഞാൻ പോയി. ഞങ്ങളുടെ 3 പേര് പോയില് ഞങ്ങൾ 2 പേർക്ക് കിട്ടി. അങ്ങനെ പോസ്റ്റൽ സർവീസിലോട്ട് മാറി. പോസ്റ്റൽ സർവീസ് 25 വർഷത്തോളം പോസ്റ്റൽ സർവീസ് ജോലി ചെയ്തു, റിട്ടയറായി. ഫുൾ ബെനിഫിറ്റ്സും പെൻഷനും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നല്ല ജോബായിരുന്നു. ഇല്ലില്ല, ഞാൻ ക്ലറിക്കൽ അകത്തായിരുന്നു ജോലി. വിൻഡോ ആൻഡ് ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ചു കാലം റിട്ടയർമെന്റ് ആകുന്നതിനും കുറച്ചു കാലം സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു. സാറിനടുത്ത് ഈ പോസ്റ്റലിലെ ജോലിക്കകത്ത് നമ്മുടെ ആക്സന്റ് അതൊക്കെ പ്രശ്നമായി? ഇല്ലില്ല, പോസ്റ്റൽ സർവീസ് ജോലിക്ക് കയറി ആദ്യ മലയാളി ഞാനായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് ഏതാണ്ട് 80 പേരോ മറ്റോ തൊട്ടടുത്ത് വില്ല പാർക്ക് എന്ന് പറയും, അവിടെ ജോലി ചെയ്തു. ചെന്നപ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യക്കാരനെ കണ്ടപ്പം തന്നെ പോസ്റ്റ് മാസ്റ്റർക്ക് ഇവൻ ഇംഗ്ലീഷ് അറിയാമോ, സംസാരിക്കാൻ അറിയാമോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് എഴുതിപ്പിച്ചു. അല്ല, ഇറ്റാലിയൻ. അങ്ങനെ അപ്പൊ 90 ഡേയ്സ് കവർ ചെയ്തതിന് ശേഷമേ പെർമനന്റ് ആക്കുകയുള്ളൂ. അപ്പൊ ഈ 90 ഡേയ്സിൽ നമ്മുടെ ഇവാലുവേഷൻ വന്നത് അന്നേ വരെ ആ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുള്ളതിലേക്ക് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞ് അയാള് എഴുതി. ഫിലിപ്പിന് സൂപ്പർവൈസേഴ്സിന്റെ ആവശ്യമില്ല, അത് പ്രത്യേകിച്ച് അവിടെ എഴുതി എന്ന് പറഞ്ഞാൽ ജോലി നമ്മൾ കൃത്യമായിട്ട് നല്ല ഇതായിട്ട് ജോലി ചെയ്തു. ഇല്ലില്ല, അന്ന് കമ്പ്യൂട്ടർ ഒന്നുമില്ല. ഞങ്ങൾ അന്ന് മോർ ദാൻ 70 ക്ലർക്കന്മാരുണ്ടായിരുന്നു അന്ന്. അപ്പം ഞങ്ങള് ക്ലർക്കൽ എല്ലാ പരിപാടികളും ചെയ്യണമായിരുന്നു. പിന്നാണ് സോർട്ടിങ് വന്ന്. ആദ്യത്തെ സോർട്ടിങ് മെഷീൻ ഓട്ടോമാറ്റിക് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് വലിയ പുതിയ ബിൽഡിംഗ് ആയിരുന്നു കൊണ്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ അവർ കൊണ്ടുവന്ന് അപ്പം സോർട്ടിങ് അത് മെഷീൻ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് അതിന്റെ പണി ഞങ്ങൾ ഒരു 4-5 വർഷം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് സെൻട്രലൈസ്ഡ് സിസ്റ്റമാക്കി ഇവിടെ മെയിൻ. അപ്പൊ അങ്ങനെ പോസ്റ്റൽ സർവീസിലെ ക്ലറിക്കൽ പോസ്റ്റ് എല്ലാം തയ്യാറായില്ലായി. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 70 പേര് ചെയ്തിരുന്നിടത്ത് 6-7 പേരെ എല്ലാം പോയി. ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. കാര്യമുണ്ട്, ഓവർ ടൈം ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യായിരുന്നു. അങ്ങനെ പൈസ ഉണ്ടാക്കി. അപ്പൊ ആ ടൈമില് അപ്പം പൈസയുടെ ഭൗതികമായിട്ടൊക്കെ വൈഫ് ഒക്കെ വേണ്ടി ജോലി ചെയ്ത് നല്ല പൈസ കിട്ടുമായിരുന്നു. 5 ദിവസം അല്ലെന്ന് 7 ദിവസം പോവായിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് അതെല്ലാം മാനേജ് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരിയെ ഞാൻ ജോലിക്ക് കൊണ്ടുവരും, അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങും. ഞാൻ നൈറ്റാ ചെയ്തത് മൊത്തം. അപ്പൊ പകൽ മൊത്തം ഞാൻ വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോവുക, വരിക, എല്ലാ കാര്യങ്ങളിലും ഇടപെടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള വലിയതായിട്ടുള്ള ഞങ്ങള് വെൽ ഡിസിപ്ലിൻഡ് ആക്കി ഫേസ് ചെയ്യാനുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാനും കാര്യമുണ്ട്. മിലിറ്ററി കമാൻഡേഴ്സിന്റെ കൂടെ അല്ലേ ജോലി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടാനുള്ള, പിന്നെ ഇവിടെ വന്ന് സ്റ്റേറ്റ് ബാങ്കിൽ കയറി കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് അതൊരു ആ ടൈമിലൊക്കെ വലിയ പ്രയാസമായിരുന്നു. അതും പ്രത്യേകിച്ച് മലയാളികളുടെ കൂട്ടത്തിൽ
ഷിക്കാഗോ ലാൻഡിൽ ആദ്യം ജോലി കിട്ടുന്നത് എനിക്കാണ്. പിന്നീട് അവിടെ ഇവിടെയൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഈ മലയാളികൾ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെ എന്നെ വിളിക്കും, ഇത് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയാൻ. അപ്പൊ ഞാൻ പറയും നമ്മള് ജനിച്ചപ്പോൾ പിന്നെ മുലപ്പാല് കുടിച്ചത് ഈ 90 ദിവസത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് ഛർദിപ്പിക്കും. അത് കവർ ചെയ്ത് നിൽക്കാമെങ്കിൽ സൂപ്പറായിരുന്നു. ആ ടൈമില് ഞങ്ങളുടെ അളിയന്, പിന്നെ ഞങ്ങളുടെ ഒരു 5-8 ഫ്രണ്ട്സ്, കുഞ്ഞോട് ആങ്ങള, ഇവരെല്ലാം പോസ്റ്റ് ഓഫീസിൽ കയറി. എൻ്റെ അളിയൻ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് അവിടുന്ന് ഔട്ടായി. പിന്നെ വേറെ നമ്മുടെ എന്നെ പിന്നെ അനിയൻ രാജു, കുഞ്ഞോട് ആങ്ങള, ഇവരൊക്കെ 2 ദിവസം 3 ദിവസം നിന്നിട്ട് അവരും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടഫാ. അദ്ദേഹം ഭോപ്പാലില് സെക്കൻഡറി ഡിവിഷന്റെ നല്ല ഓഫീസ് ബാബു എന്ന് പറയും. അതായത് പിണമാര് 4-5 പേരെ നിൽക്കുന്നു. അദ്ദേഹം അമേരിക്കയിൽ ഇതുപോലെ വന്നിട്ട് അവരുടെ ജോലി കിട്ടാനില്ല, അവരുടെ അടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭോപ്പാലിലെ രീതിയിൽ പുള്ളിക്കാരൻ ടൈം ബോട്ടും ഇട്ട് ജോലി ചെയ്യുന്നു. ആ കാഴ്ചത്തിന്റെ അവര് വർക്ക്, കാരണം അത് റോഡ് വർക്കിന്റെ ഒരു ചെറിയ പോർഷനുള്ള ഒരു വർക്കായിരുന്നു വിളിച്ചത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ കയറി ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞപ്പോഴേ ഈ പുതുതായിട്ട് ക്ലർക്കന്മാർ വരും. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു എനിക്കായിരുന്നു. വന്ന് കയറി 5 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്കറിയാം പുള്ളി അവിടെ നിൽക്കുമോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഉടൻ തന്നെ നമ്മള് പിന്നെ പോസ്റ്റ് മാസ്റ്ററെ റിപ്പോർട്ട് ചെയ്യണം, ആളെങ്ങനെ ഉണ്ടെന്നുള്ളത്. അവരുടെ ഓരോ മൂവ്മെന്റ് നമ്മൾ വാച്ച് ചെയ്യും. നമ്മൾ അപ്പോഴേ പറയും ഒരാഴ്ച കൊണ്ട് ആള് ഔട്ടാണ്, സംഭവിക്കുകയും ചെയ്യും. അപ്പൊ റീസെന്റ് ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരാൾ പോസ്റ്റ് ഓഫീസിൽ കയറി. അപ്പം പുള്ളി എന്നോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഈ സെയിം വിവരം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലും പുള്ളി എന്നോട് പറയായിരുന്നു, പുള്ളി കുടിച്ച മുലപ്പാൽ ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ മുഴുവൻ തികട്ടിപ്പിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ സൈമൻ ഇപ്പം അവിടുത്തെ കാണപ്പെട്ട ദൈവമാണ് പോസ്റ്റ് മാസ്റ്റർക്ക്. ജോലി ചെയ്യാൻ നമ്മൾ കാര്യമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ ജോലി ചെയ്യാമോ സ്വന്തമായിട്ട്. അപ്പൊ ഞാനിവിടെ ഇപ്പം വേറെ ചെറിയ സൈഡ് ബിസിനസ് ആയിട്ട് എനിക്ക് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ തന്നെയാണ്, അത് ഒരു 10-25 വർഷത്തോളമായി. അപ്പൊ അതിന്റെ സകല പരിപാടികളും A to Z ഞാനാ ചെയ്യുന്നത്. ഞങ്ങള് 79 കഴിഞ്ഞു. ഈ 45 ഇയേഴ്സിന്റെ അമേരിക്കൻ ലൈഫ് സാറിന്, പൂനെയിലുള്ള സാറിന് എന്താണ് മാറ്റം ഇന്നുള്ളത്? ഭൗതികമായിട്ട് നമ്മള് കാര്യമുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ ഒന്നും അടിപൊളി ജീവിതമല്ലായിരുന്നു. കളയാതെ നമ്മൾ സേവ് ചെയ്തു, മക്കളെ പഠിപ്പിച്ചു, ഒരു ഫാമിലി ഓറിയന്റഡ്. പിന്നെ ഫാമിലി തന്നെ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് നാട്ടിൽ പല ഉപകാരം, അതൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കുകയില്ല. കാര്യമുണ്ട്. ഈവൻ 2 വർഷത്തിന് മുമ്പ് നമ്മള് ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ഈവൻ നാട്ടുകാർ അയൽവക്കക്കാർക്ക് പോലും അറിയത്തില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയുന്നത് ശരിയല്ല. ഈ ഫാമിലി സെറ്റപ്പ് 100% ഇതിലാക്കി. മാമ എന്ത് പറയുന്നു? അമേരിക്ക ജോലി ചെയ്യണമെന്ന് പറയുമോ? ഇവിടുത്തെ പാടായിരുന്നു. അല്ല ഓരോ പുതിയൊരാളോട് ഞാൻ വരണോ ജോലി ചെയ്യണോ, ഇപ്പൊ ബെറ്റർ സാലറി ഇന്ത്യയിൽ കിട്ടുമെങ്കിൽ വരണോ? വന്നു കാണും അല്ലേ? കാര്യമുണ്ട്. ഇവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർ അമേരിക്കയിൽ വന്നാൽ സക്സസ് ആവും. അതായത് നമ്മൾ പിന്നെ ചോറ് കഴിക്കാൻ നേരത്ത് ഭാര്യ കൊണ്ടുത്തരുമെന്നും പറഞ്ഞിരുന്ന് പാത്രത്തിന്റെ മുന്നേ ഇരിക്കുന്നവർ അവരതോ എഴുതി പോവുകയുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള ഞങ്ങളുടെ ആ ടൈമിൽ വന്ന ഫാമിലീസ് നല്ലവണ്ണക്കുണ്ട്, ഞങ്ങൾക്കറിയാം.
അവർക്ക് ഭൗതികമായിട്ടുള്ള ഉയർച്ചയുണ്ട്, പക്ഷെങ്കിൽ അവർക്ക് ആ, കുഴപ്പമില്ല. അതിലൊക്കെ വളരെ കാര്യമുണ്ട്. അവരൊക്കെ ഭയങ്കര പഠിത്തക്കാരാ. എല്ലാ MSc BSc പിന്നെ ആ ഹയർ ലെവലിൽ പഠിച്ചിട്ട് വന്നവര്. അവര് പിന്നെ ഇവിടെ വന്ന് വാൾമാർട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെ ഇവിടെയൊക്കെ നിസ്സാര ജോലി കാര്യമുണ്ട്. അവർക്കൊന്നും സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. സാർ കേരളം വിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എന്തോ ആവുമായിരുന്നു? കേരളം വിട്ട് കാര്യമുണ്ട്. അന്നത്തെ സാഹചര്യം ആവശ്യമായത് കാര്യമുണ്ട്. ജ്യേഷ്ഠൻ പൂനായിലുണ്ടായിരുന്നത്തോളം കാലം അങ്ങോട്ട് പോകാനുള്ളത് കേരളത്തിൽ ഒരു ഗതിയും പറ്റിയില്ല. പ്രത്യേകിച്ച് നേഴ്സസിന്റെ അതുകൊണ്ട് ഫാമിലി സൈഡ് കാര്യമുണ്ട്. എല്ലാരും നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നല്ല ഹൈ ലെവലിലാണ്. സാറിന് പഠിക്കാനൊരു അവസരം കിട്ടുമായിരുന്നു, പഠിച്ചതിനായിരുന്നു. മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യം നമ്മളെ ഇവിടെ വന്ന് ഞാൻ 1-2 പരിപാടിക്കൊക്കെ പോയി. ഒരു വർഷം പോയില്ല. അല്ല, പഠിക്കാൻ ഇനി ഒരു അവസരം കിട്ടിയാൽ എന്ത് ചെയ്യാം? പഠിക്കില്ല. 60-70 ആയി. അത് നല്ല ഉത്തരവാദിത്തമാണ്. കാരണം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാൻ. ഈ ഓരോ നമ്മുടെ ജീവിത സാഹചര്യമല്ലേ. പിന്നെ മക്കളായി കഴിഞ്ഞപ്പം പിന്നെ അവരെ നേർവഴിക്ക് കൊണ്ടുപോകാന്നുള്ള നല്ല ഇതിൽ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഫിസിക്സ് കണ്ടെടുത്ത് സാറിന് ഈ ഒരു സബ്ജക്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏതെടുക്കണമെന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, എനിക്ക് ലോ പഠിക്കണമായിരുന്നു. കാരണം ഞാൻ ചെന്ന് പെട്ട ജോലിയിലെല്ലാം ലോ സൈഡാണ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ലോ പാർട്ടാണ് എല്ലാവർക്കും വരുന്നത്. കാരണം ലൈറ്റിഗേഷൻ എവിടെയും വരാം. നമ്മള് പല ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് തന്നെ പ്രത്യേക ചില പിന്നെ കഴിവുകൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അത് നമ്മൾ കീപ്പപ്പ് ചെയ്യുക, ആവശ്യമുള്ള കാര്യത്തിനെടുക്കുക. പിന്നെ മറ്റു രീതിയിൽ നമ്മൾ പോവാതിരിക്കുക. ഹിന്ദി നല്ലോണം അറിയാം. ഞാന് മറാഠി അറിയാം. അന്ന് ഹിന്ദി ടൈപ്പിംഗ് പഠിച്ചു. അതാണ് വേറൊരു വലിയ അതിശയം. അവിടെ ഇന്ത്യയിൽ അന്ന് ആവശ്യമായിരുന്നു. ഹിന്ദി നല്ലോണം ടൈപ്പ് ചെയ്യാൻ അതും പഠിച്ചതാണ്. ഹിന്ദി നല്ലോണം അറിയാം, പഠിച്ചതാ. പക്ഷേ പിന്നെ മറാഠി അറിയായിരുന്നു, ഹിന്ദി മറന്നുപോയി. പ്രത്യേകിച്ച് ഇവിടെ ബാങ്ക് ജോലി ചെയ്തപ്പോഴത്തേന് ഹിന്ദി കൂടുതലായിട്ട് അങ്ങ് ഇവിടെ പട്ടേൽ അല്ലാതെ മറ്റാരും ഇല്ലായിരുന്നല്ലോ. ഉണ്ട്. അപ്പോ അന്നത്തെ കാലത്ത് ഹിന്ദി അല്ലേ. അന്ന് എന്റെ ഒരു ഹരം എന്ന് പറയുന്നത്, ഞങ്ങള് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പൂനായില്. ഞങ്ങള് സിനിമ മുന്നേ കാണും. അല്ലാതെ മറ്റൊരു കാര്യമുണ്ട്. എന്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ ഇന്ത്യയിൽ പിന്നെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. പോയാല് 2 വരെ ഉള്ളു ജോലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആണ്. അപ്പം പിന്നെ പള്ളിക്കാര്യം മറന്നു. കുഴപ്പമില്ല. ഇവിടെ ഷോലെ കാര്യമുണ്ട്. അത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന പൂനെയില് തൊട്ടടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ, പൂന ബൊട്ടാണിക്കൽ ഗാർഡൻ, അതിനോട് ചേർന്നായിരുന്നു ഞങ്ങളുടെ വീട്. അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾ രാവിലെ തൊട്ട് പോകും ഇത് കാണാൻ, ഷൂട്ടിങ് കാണാൻ. അപ്പൊ അതിനകത്തെ പാട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓക്കെ. അമേരിക്ക വന്ന് ഓക്കെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് സന്തോഷം. ഇന്നലെ ചോദിച്ചു, ഇന്ന് വന്നു, രാവിലെ കണ്ടു. സാറ് ഇത്രയും സംസാരിക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. ഓക്കെ. ഇങ്ങനെ മലയാളികളെ പരിചയപ്പെടാൻ പറ്റുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. അതായത് ആദ്യകാല ജീവിതം ഇത് പബ്ലിക്കില് മനസ്സിലെ ഒരു ആഗ്രഹം സഫലീകരിച്ചു. പ്രത്യേകിച്ച് ഞാൻ കൃഷിയോട് താല്പര്യമുള്ളത് കൊണ്ട്. ഇതേത് പോവാ സാറേ? ഇത്
ഇവിടെയോ? ഓ ഓക്കെ. ഇപ്പം ഫ്ലവറിംഗ് ടൈം ആണ്. ഓ ഓക്കെ. ചിക്കാഗോയില് ഇപ്പം കൃഷിയുടെ സമയമാണ്. പിടിച്ചില്ല. ഓക്കെ ഓക്കെ. യാ യാ. അതെ, ഇത് പീച്ചിന്റെ ട്രീ അല്ലേ? ഇത് ചെടിയാണോ? ഇത് വെറും ഓ ഓക്കെ പള്ളിയുടെ ആ സൈഡിൽ കൊണ്ടുപോയാൽ പറ്റും. ഓക്കെ. ഇത് മരുന്നടിച്ചതാണോ? ഇന്നലെ ഞാൻ ഇച്ചിരി പൗഡർ ആ ഹാ ഹാ. സാർ മുന്നോട്ട് നടന്നു. ഒറ്റ സെക്കൻഡോട്ട്. എവിടുന്ന്? ഓ ഓക്കെ. എങ്ങനെ ഫ്ലൈറ്റ് വന്നോ? അവിടുന്ന് ചെറിയൊരു ചെറിയ ഒരു അതിന്റെ കിഴങ്ങ് പോലുള്ള അല്ലേ? ഓക്കെ. കഫ്റ്റീരിയ. ഓ ഓക്കെ. ഇതിനകത്ത് സാധനം മാറ്റിട്ട് അപ്പൊ ഈ ഇതെല്ലാം ചെടിയകത്ത് എല്ലാം ഇതിന്റെ അകത്താണ്. ഓ ഓക്കെ. ഇത് പൂവമ്പഴ അല്ലേ? പൂവമ്പഴ. ആ ഓക്കെ ഓക്കെ. സീസണിലുണ്ട് ഇതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ ചിക്കാഗോയിൽ നിന്ന് പോകുന്നത് കൊണ്ടോളാം ഹ്യൂസ്റ്റൺ. കരിയാപ്പ്. ഓ മുരിങ്ങ. റൈറ്റ്. ആ ഹാ. ചേന. ഓ കിളുത്ത് വരുന്നു. ഓക്കെ ഓക്കെ. സാറ് എത്ര സമയം ഇതിന്റെ അകത്ത് ചെലവാക്കും? ഇതിനകത്താ അല്ലേ? ഇതിനകത്താ. കാണുമ്പോ അറിയാം. പീച്ചി ഇത് കഴിഞ്ഞ വർഷം വെച്ചതാണ്. 6 ഇനം ആപ്പിളാണ്. ഓ ആപ്പിളാ ഇത്? ഓക്കെ. ഓരോ കമ്പ് ഓരോ വെറൈറ്റി. ഓ ഇത് ബഡ് ചെയ്താ? ഓ ഓ ഓക്കെ. എങ്ങനെയുണ്ട്? സ്വീറ്റ് ആണോ? കഴിഞ്ഞ വർഷം നല്ലോണം കൊണ്ടായോ. ഈ വർഷം അതെ അതെ. ഇല്ല ഇല്ല. ഓക്കെ. ഇത് കൃഷി ചീരയുടെ അടിയിലായിപ്പോയി. ഓക്കെ. ഇനിയിപ്പം ചീര എല്ലാം പറിച്ചു കളഞ്ഞു. ഒരു മാസമായിട്ട് ചീര പാവലും എല്ലാം ഫ്ലവറിങ് ആയല്ലോ. ഉണ്ട് കാണാം. പാവയ്ക്കായി. ഇപ്പൊ പറിക്കാമല്ലോ ഒരാഴ്ച കഴിഞ്ഞു വേണമെങ്കിൽ. ഓക്കെ. പടവലം ഉണ്ട്. വാ. അതെന്താണ് സാറേ? ഇത് ഫ്രൂട്ട് ആണോ? വെണ്ടയ്ക്കയുടെ വെണ്ട പോലെ ആണോ? അല്ല. ഇത് പീച്ച് ക്യൂ അല്ലേ? ആണോ? അല്ല. ഓക്കെ. ഇത് നല്ല ഫ്രൂട്ട് ആണോ? ആണോ? ഓക്കെ. ഓക്കെ ഓക്കെ. മധുരം ഉണ്ടേ? ഓക്കെ. ഫിഗ് ട്രീ. ഫിഗ്. ഇതാണ് വേറെ ഒരു സംരംഭം. മഴവെള്ളം അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ? ഇല്ല. പൈസ അല്ലേ? ആൾക്ക് വരും. അതെ അതെ. സാറേ ഞങ്ങൾ പോട്ടെ. താങ്ക് യു. വീടുകൾക്കില്ലാത്ത ഒരു പരിപാടിയാണ്. ഓ ഫ്രിഡ്ജ് ഭയങ്കര. ഇത് ഫ്രീസറാണോ? ഇത് ക്യാബിനറ്റ്. ഓക്കെ. സാർ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഏത് സാധനം? ബീഫാണോ? അല്ല. ഇത് എന്റെ ഫാദറും മകളും, ഇത് കുഞ്ഞുങ്ങളുടെ ഫാദറും മകളും, ഇത് മക്കള്. ഞങ്ങൾ പോട്ടെ. ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. ആണോ? വരും. ചോദ്യം വരും. പക്ഷെ പറയാന്നിടത്തോളം കണ്ടിന്യൂറ്റി പറയുക. ഓക്കെ. ഒന്നുകൂടെ ഹലോ ഹലോ പറഞ്ഞേ. ഒരു പാട്ടൊന്ന് പഠിക്കുക. ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ.